ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു തസ്ലിക്കാബ്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ഒരു കുട്ടി വാഗമൺ ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഞാൻ വ്ളോഗ്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ എയിം ഇതാ കുട്ടീസിനായിട്ടൊന്നും പുറത്തേക്ക് ഇറങ്ങലാണ്. നമ്മുടെ വീട്ടിലൊരു ട്രിപ്ലെറ്റ്സ് ഉണ്ട്, പിന്നെ അസ്ബേബിയും. ഇവർ നാലും കൂടിയ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇവരായിട്ടുള്ളൊരു ട്രിപ്പാണ്, 2 days ട്രിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ ആര്യാസ് ഹോട്ടലില്ലേ തൃശ്ശൂരില്ല, അവിടെ കയറിയിരുന്നു. അവിടെ വെച്ചിട്ട് നമ്മൾ ബോബി ചെമ്മണ്ണൂരിനെ കണ്ടു. അപ്പോൾ ആളായിട്ടൊരു തംസപ്പ് വീഡിയോ ഒക്കെ എടുത്തു, കിടിലനായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ചധികം പേരുള്ളത് കൊണ്ട് തന്നെ ഒരു ട്രാവലറൊക്കെ വിളിച്ച് ചില്ലാക്കിയിട്ടാട്ടോ പോയത്. പിന്നെ ഇത് വാഗമൺ പോകുന്നതിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു വാട്ടർഫോളാണ്. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി അതൊന്ന് കാണാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ ഈ നിൽക്കുന്നതാട്ടോ നമ്മുടെ കുട്ടീസ്. അപ്പോൾ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ വയസ്സാണ്, അസുബേബിനേക്കാളും 6 months മൂത്തതാട്ടോ ബാക്കി 3 പേരും. അപ്പോൾ ഇവർക്ക് 4 പേരും ഒന്ന് ബുദ്ധിയൊക്കെ വെച്ചതിന് ശേഷമുള്ളൊരു ട്രിപ്പാട്ടോ ഇത്. അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ ഫസ്റ്റ് ടൈമായിട്ട് പുറത്ത് പോകുന്ന ട്രിപ്പാണ്. അതിന് പോകുന്ന വഴിയിൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വാഗമൺ സെൻറ്ററിലുള്ള ഒരു ഹോട്ടലിലാണ് കയറിയത്. തളിയാട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയായിരുന്നു. നമ്മൾ നേരെ പോയത് വാഗമൺ ബോട്ട് റൈഡിനാട്ടോ. അപ്പോൾ കുട്ടികളായിട്ടൊക്കെ ബോട്ടിൽ കയറാൻ പറ്റുമെന്നുള്ളത് ഡൗട്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ചോദിച്ചു നോക്കിയപ്പോൾ അവിടെ തുഴയാൻ വേണ്ടിയിട്ട് ഒരു ആളെ എടുക്കുക, അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവരെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളായിട്ട് കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരാളെ ചാർജ് കൊടുത്തിട്ട് എടുക്കട്ടോ ചെയ്തത്. പിന്നെ നമ്മൾ പോയത് വാഗമൺ ഫേമസ് ആയിട്ടുള്ള മെഡൗസിൽ കേട്ടോ. വാഗമൺ വന്നാൽ എല്ലാവരും മസ്റ്റായിട്ട് പോകുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ മെഡൗസ്. അപ്പോൾ ഇവിടെ ടിക്കറ്റൊക്കെ എടുത്തിട്ടാട്ടോ നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത്. പിന്നെ അല്ല, ഇതിന് ടൈമിംഗ് ഉണ്ട്, രാവിലെ 9 മുതൽ 6 വരെ ഉണ്ടോ ടൈം. നമ്മൾ വിചാരിച്ചതിലും അടിപൊളിയായിരുന്നു കേട്ടോ. ഈ മെഡൗസിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ നല്ല വ്യൂവും ഫോട്ടോസ് എടുക്കാനും എല്ലാം നല്ല രസമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ കുട്ടികൾക്ക് പിന്നെ പറയണ്ടല്ലോ, അവർക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ പ്ലേസ് ഉണ്ട് ഇങ്ങനെ ഓടി കളിക്കാനൊക്കെ. പിന്നെ ഇങ്ങനെ വാട്ടർ പൂള് പോലെയൊക്കെ അവരോട് ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ഒരുപാട് പേരിങ്ങനെ പട്ടം പറത്തി കളിക്കുന്നത് കാണുന്നത്. നമുക്ക് നല്ല രസം തോന്നിയിട്ടോ അത് കണ്ടപ്പോൾ. അപ്പോൾ നമ്മളത് വാങ്ങാൻ വേണ്ടിയിട്ട് മെഡൗസിൻ്റെ പുറത്തുള്ള ഇങ്ങനെ കുറേ ഷോപ്സ് ഉണ്ട്, അവിടെ വന്നിട്ട് പട്ടം വാങ്ങുകയാണ്. ഒരുപാട് ഷേപ്സിലുള്ള പട്ടങ്ങൾ ഇവിടെ കിട്ടും കേട്ടോ. ഇത് കൂടാതെ തന്നെ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് കേട്ടോ. സിബ് ലൈന്, സിബ് സൈക്ലിങ്, അങ്ങനെ കുറേ നടക്കുന്നുണ്ട്. നല്ല ക്യൂ ഉണ്ട് കേട്ടോ എല്ലാത്തിനും. ഇതിപ്പോൾ നമ്മുടെ രാത്രിയിലെ ബാർബിക്യൂ പാർട്ടിയുടെ സെറ്റപ്പ് ആട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുട്ടികൾ അടിച്ച് പൊളിക്കുക കേട്ടോ. അവർ ഒരു രക്ഷയില്ല, എല്ലാവരും വൻ ചില്ലിങ്ങാണ്. നല്ല തണുപ്പുണ്ട്, അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല കേട്ടോ. അപ്പോൾ ഉപ്പയും ഉമ്മയൊക്കെ കൂടിയിട്ട് തന്നെയാണ് മസാലയും ഒക്കെ സെറ്റാക്കിയത്. നമ്മുടെ ഹോസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളിവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് ബാർബിക്യൂ വേണം എന്നുള്ളത് പറയുന്നത്. അപ്പോൾ തന്നെ ആൾ നമ്മളെയും കൂട്ടി ഷോപ്പിൽ പോയി ആവശ്യമുള്ളതൊക്കെ വാങ്ങി പിന്നെ ബാർബിക്യൂവിന് വേണ്ട എല്ലാ അറേഞ്ച്മെൻറ്റ്സും നമുക്ക് സെറ്റാക്കി തന്നു കേട്ടോ. ഇതാണ് കേട്ടോ ആളുടെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിപ്പോൾ ഇതാ നമ്മുടെ കുട്ടീസൊക്കെ രാവിലെ തന്നെ എണീറ്റ് വ്യൂ കാണാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. എല്ലാവരും സെറ്റായിട്ട് നമ്മുടെ റൂമിൽ നിന്ന് കാണുന്ന വ്യൂ അടിപൊളിയാണ് കേട്ടോ. ഇതൊരു നോർമൽ ബഡ്ജറ്റിൽ വരുന്ന ഒരു സ്റ്റേക്കേഷനാണ് കേട്ടോ. അത്ര ഹെവി സ്റ്റേക്കേഷനൊന്നുമല്ല. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോവാന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെ കേട്ടോ. നല്ല വ്യൂവും
നല്ല ആക്സസിബിലിറ്റിയും ഒക്കെ കിട്ടുന്ന ഒരു പ്ലേസിൽ തന്നെ കേട്ടോ ഈ സ്റ്റേക്കേഷൻ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് അടുത്ത് തന്നെയാണ് ബോട്ട് റൈഡ്, പിന്നെ സിപ്പ് ലൈന്, പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് എല്ലാം ഇവിടെ അടുത്ത് തന്നെ കേട്ടോ ഉള്ളത്. അങ്ങനെ ഇപ്പോൾ ഇതാ രാവിലത്തെ ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഈ കുട്ടികൾക്കുള്ള ഫുഡ് നമ്മൾ ഇവിടുന്ന് കുക്ക് ചെയ്ത് കൊടുത്തിട്ടാട്ടോ കൊണ്ടുപോകുന്നത്. നമുക്കങ്ങനെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവർ കിച്ചൺ ഓപ്പൺ ആക്കി തന്നു. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് കൊടുത്ത്, അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഇത്ര നേരം പിടിച്ചു നിൽക്കില്ല. പിന്നെ എല്ലാം ഇവർ ഭയങ്കര ഹാപ്പിയാണ്, നല്ല എക്സൈറ്റഡ് ആട്ടോ. ട്രാവലർ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിൻ്റെ ഉള്ളിൽ കളിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്. അത് കാരണം അധികം ടെൻഷനൊന്നുമില്ല. പിന്നെ അതാ രാവിലെ നമ്മൾ നല്ല ചൂടുള്ള മസാല ദോശയും ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇറങ്ങുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇന്നലെ കഴിച്ച അതേ ഹോട്ടലിൽ തന്നെ കേട്ടോ കഴിക്കുന്നത്. ഇവിടെ നല്ല ഫുഡും പിന്നെ നല്ല വ്യൂ ഉണ്ട്. പിന്നെ നമ്മൾ നേരെ പോയത് തങ്ങൾ പാറയിലേക്കാണ്. ഇത് നല്ല ഫേമസ് ആണ് ഇവിടെ വാഗമണിൽ. ഈ പാറയുടെ മുകളിൽ വരെ കയറണം എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് അത്രയും കയറാൻ പറ്റിയില്ല, സത്യം പറയാമല്ലോ, അത്രയും കയറാൻ പറ്റിയില്ല. കുട്ടികളായിട്ട് അങ്ങനെ കയറൽ റിസ്ക്കാണ്. എന്നാലും പകുതി വരെയൊക്കെ നമ്മൾ കയറി. നല്ല രസമുള്ള അടിപൊളി വ്യൂ ആട്ടോ ഇവിടെ നിന്നുള്ളത്. അടുത്തതായിട്ട് പിന്നെ നമ്മൾ പോയത് പൈൻ ഫോറസ്റ്റ്, വാഗമൺ പൈൻ ഫോറസ്റ്റ് കാണാനാട്ടോ. ഈ പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലെ ഫോട്ടോസൊക്കെ അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് പാത്ത് വേ ഉണ്ടാക്കുന്നുണ്ട് ഇവർ. ഇതിൻ്റെ ഉള്ളിൽ നടക്കാനായിട്ടുള്ള പാത്ത് വേ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ജോർജിയയിൽ പോയപ്പോഴും ഇങ്ങനെ ഒരു പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ പോയിരുന്നു. പക്ഷെ അവിടെ ഇങ്ങനെ പാത്ത് വേ ഒന്നും നമ്മൾ കണ്ടില്ല. അപ്പോൾ ഇതൊരു നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള സംഭവമായിട്ട് തോന്നി. പിന്നെ ഇവർ ഇതിൻ്റെ ഉള്ളിൽ അടിച്ച് പൊളിക്കുമായിരുന്നു കേട്ടോ. ബബിൾസ് ഉണ്ടാക്കുന്നതില്ലേ, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു നിത്തിക്ക. അപ്പോൾ ഈ ബബിൾസ് ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ പിടിക്കാൻ ഓടുക കേട്ടോ വരും. അത് കാണാൻ നല്ല രസമാണ്. അതിനുശേഷം പിന്നെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ട് പോയത്. മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വണ്ടിയിലിരുന്ന് വെയിറ്റാക്കി മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ പിന്നെ ഇറങ്ങിയത്. ഈ കാണുന്നതാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ്. ഇത് ഒരുപാട് നേരം താഴേക്ക് ഇറങ്ങിയിട്ടാട്ടോ ഇതിൻ്റെ അടുത്തേക്ക് എത്തുക തന്നെ. പിന്നെ അല്ല, അറ്റ് എ ടൈം 10-12 പേര് മാത്രമാണ് ഇവർ അതിൻ്റെ ഉള്ളിലേക്ക് പറഞ്ഞു വിടുള്ളൂ. അതുമല്ല, ഇതിൻ്റെ അടിയിൽ വന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ അറിയണത് ഇതിൻ്റെ മേലെ പോയിട്ട് വേറെ ടിക്കറ്റ് എടുക്കണം എന്നുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് പകുതി പോയിരുന്നു. പിന്നെ ഇത്രയും ആൾക്കാർ കഴിഞ്ഞിട്ട് വേണം നമ്മൾ കയറാനും. അതൊക്കെ പിന്നെ ആലോചിച്ചപ്പോൾ നമ്മൾ തിരിഞ്ഞ് നടക്കുക കേട്ടോ ചെയ്തത്. നമ്മൾ കയറിയില്ല, അവിടെ നിന്ന് കാണുക തന്നെ മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ കുറേ ആക്ടിവിറ്റീസ് നടക്കുന്ന പ്ലേസ് നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ അവിടേക്ക് പിന്നെ നമ്മൾ പോവുകയാണ് ചെയ്തത്. ഇതിൽ തന്നെയുള്ള ഒരു ആർച്ചറി ഗെയിം ആട്ടോ നമ്മൾ ചെയ്തത്. ഇതിൽ ഒരു ആരോക്ക് 50 റുപ്പീസ് വെച്ചിട്ടാട്ടോ ഇവർ വാങ്ങുന്നത്. അങ്ങനെ ഒരു 5-6 ആരോസ് നമ്മൾ വാങ്ങി. പിന്നെ എല്ലാ ആരോസും താഴെ പോയതുകൊണ്ട് നമ്മൾ പൈസയും മുതലായിരുന്നു. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ, എടേ ഇത് നമുക്കിന്ന് പോണ്ടേ? എന്റെ ഒരു കൈ എവിടെയാണ്? എല്ലാം കഴിഞ്ഞ് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ തിരിച്ചു കേട്ടോ. അപ്പോൾ തിരിച്ചു വരുന്ന വഴിയിൽ മലങ്കര ഡാമില്ലേ, അവിടെയും കൂടി നമ്മളൊന്ന് കയറി.
അപ്പോൾ ഇത് നമ്മുടെ ഒരു കുഞ്ഞു ട്രിപ്പായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ, ഇങ്ങനെ ഉള്ള ചെറിയ ചെറിയ ട്രിപ്പുകൾ ഫാമിലി എല്ലാവരും കൂടി ഒരുമിക്കുക. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ടിൽ ദാൻ ടേക്ക് കെയർ, ബൈ ബൈ.